അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഓഡിയോ ആംപ്ലിഫയർ ബോർഡ് നമ്മൾ സെറ്റാക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ 40 ഉറുപ്പ്യക്ക് മേടിച്ചതാണ്. 2 കൊല്ലം മുന്നേ എല്ലാം ഇത് 30 ഉറുപ്പ്യേൻ്റെ സാധനമാണ്. ഒരു മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നിട്ട് 40 ഉറുപ്പ്യ കയറി. എന്തിനാണ് ഇതിനൊക്കെ ഇത്ര പൈസ കൂടുന്നതെന്നാണ് മനസ്സിലാവാത്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടൈപ്പ് ഒരു ഓഡിയോ ആംപ്ലിഫയറാണ്. ഇതിനെല്ലാം പൈസ ഇങ്ങനെ കൂട്ടി വിറ്റാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പം 40 ഉറുപ്പ്യാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കുറച്ച് വാങ്ങി നിങ്ങൾ അധികം മേടിച്ച് വെച്ചാൽ കുറച്ച് നല്ലതാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മേടിക്കുന്നതാണെങ്കിൽ ഇത് പൈസ കൂടി വരും. ലോട്ടായിട്ട് നിങ്ങൾ മേടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ. ഇന്നും ക്വാളിറ്റി ഉള്ളതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് പരിമിതി നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റാക്കിയത്. അപ്പോൾ ഈ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ എന്ന് പറഞ്ഞാൽ കണക്ഷൻ നമ്മൾ ഈ ഒരു പാനലിലേക്ക് വരുന്ന ഈ ഒരു 3 കണക്ഷൻ LTRലേക്ക് നമ്മൾ കൊടുത്താൽ നോക്കിയിട്ട് നിങ്ങൾ കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സെറ്റാക്കിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്നാ പറയേണ്ട അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ല ഹൈ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ 12 വോൾട്ടിൻ്റെ ഒക്കെ നല്ല ബോർഡുകൾ വെക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ബാറ്ററി നമുക്ക് 3.7 ബാറ്ററി അല്ലേ, അപ്പോൾ അത്രേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ആൻറ്റിനേൻ്റെ വയർ മാത്രമേ കൊടുക്കാനുള്ളൂ. ആൻറ്റിന നമുക്ക് ഇവിടെ എന്തെങ്കിലും USB-ൻ്റെ ആ പോർട്ടിലേക്ക് സോക്കറ്റിലേക്കോ മറ്റോ കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കാം. സ്പീക്കർ വയർ നമ്മൾ മാറ്റി ഈ ഓഡിയോ മോഡ്യൂളിൽ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിലേക്കുള്ള വേറെ തന്നെ വയർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്.